ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കസ്റ്റമർ ഇൻവോയ്സ് പേയ്മെൻറ്റ് മാനേജർ എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് എക്സൽ അഡ്വാൻസ്ഡ് ഫങ്ഷൻസും VBA ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. ഇതെല്ലാം ഞാൻ CST-INV എന്നുള്ള ഒരൊറ്റ ഷീറ്റിലാണ് ക്രിയേറ്റ് ചെയ്തിട്ട് 4 കസ്റ്റമർ ഡീറ്റെയിൽസ്, ഇൻവോയ്സിങ്, പേയ്മെൻറ്റ് മാനേജർ, സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊരു ഷീറ്റിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കസ്റ്റമർ ക്ലിക്ക് ചെയ്താൽ കസ്റ്റമർ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. കസ്റ്റമർ നെയിം, ഇൻവോയ്സ്, അഡ്രസ്സ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇൻവോയ്സിങ് ആണെങ്കിൽ കസ്റ്റമർ ഇൻവോയ്സ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ. മൂന്നാമതുള്ളത് പേയ്മെൻറ്റ് മാനേജർ. ഏത് കസ്റ്റമറുടെ ഏത് ഇൻവോയ്സ് ആണോ പേയ്മെൻറ്റ് പെൻഡിങ് ഉള്ളത് നമ്മൾക്ക് ഇവിടെ വെച്ചിട്ട് പേയ്മെൻറ്റ് നടത്താം. നാലാമത് സ്റ്റേറ്റ്മെൻറ്റ്, കസ്റ്റമറുടെ ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ്, വെദർ ഇറ്റ്സ് പെൻഡിങ് അല്ലെങ്കിൽ അടച്ചതാണോ, ആ ഡീറ്റെയിൽസ് നമ്മൾ ഏത് ഡേറ്റ് തൊട്ട് ഒരു ഡേറ്റ് തൊട്ട് വേറൊരു ഡേറ്റ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും 4 കാര്യങ്ങൾ, 4 ബട്ടൺസിൽ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരൊറ്റ ഷീറ്റിലാണ് കൊടുത്തത്. അതെങ്ങനെ ഷീറ്റിൽ കൊടുത്തത്? ഇപ്പം കസ്റ്റമർ ഡീറ്റെയിൽസ് ആയാലും ഇൻവോയ്സിങ് ആയാലും പേയ്മെൻ്റ് ആയാലും എല്ലാം ഒറ്റ ഷീറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ VBA കോഡ് ഉപയോഗിച്ച് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. VBA കോഡ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾക്ക് ഇവിടെ ഡെവലപ്പർ വേണം. ഡെവലപ്പർ ടാബ് നിങ്ങളുടെ സിസ്റ്റത്തിലില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫയലിൽ ക്ലിക്ക് ചെയ്യുക, ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക, ഇതിൽ കസ്റ്റമൈസ് റിബൺ ക്ലിക്ക് ചെയ്യാം, ഡെവലപ്പർ എന്നുള്ളത് മുകളിലുള്ള ഡെവലപ്പർ ക്ലിക്ക് ചെയ്യാം, ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോഴെന്തായി പുതുതായിട്ടുള്ളത് അവിടെ ക്രിയേറ്റ് ചെയ്ത്. അപ്പം ഇതിൽ വിഷ്വൽ ബേസിക് എന്നുള്ള പാർട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക, നമ്മൾക്ക് ഇവിടെ ഓരോ മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. ഈ മോഡ്യൂളിലാണ് നമ്മൾ മാക്രോ കോഡ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഓൾറെഡി 4 മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 4ലും ഓരോ മാക്രോ കോഡ്സ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇൻസേർട്ട് മോഡ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പുതിയ മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ CUST എന്നുള്ളൊരു മോഡ്യൂൾ CUST എന്നുള്ളൊരു മാക്രോ ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോഴിവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ വെച്ച് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് മൊഡ്യൂൾ കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക, പുതിയൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. ഈ മൊഡ്യൂൾ നമുക്ക് മാക്രോ കോഡ് കൊടുക്കാം. മൊഡ്യൂളിൻ്റെ നെയിം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ മൊഡ്യൂൾ 1 എന്നുള്ളത് പുതിയൊരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, പഴയ മൊഡ്യൂൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നു. പഴയ മൊഡ്യൂൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് പഴയ മൊഡ്യൂൾ നമുക്കിവിടെ വർക്ക് ചെയ്യാം. ഇതിൽ GNER എന്നുള്ള മൊഡ്യൂളിൽ ഫസ്റ്റത്തെ മാക്രോ CUST എന്നുള്ള മാക്രോയിൽ ഷീറ്റ് 1.rows 3 to 17.hidden is equal to false. അതായത് 3 തൊട്ടിട്ട് 17 വരെയുള്ള റോസ്, അതാണ് നമ്മൾ കസ്റ്റമർ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഈ 3 തൊട്ട് 17 വരെയുള്ള റോസ് ഹൈഡ് ചെയ്യുന്നില്ല, അത് ഷോ ചെയ്യണം. പിന്നീടുള്ളത് ബാക്കിയുള്ളത് 17 തൊട്ടിട്ട് 18 തൊട്ട് കംപ്ലീറ്റ് ഹൈഡ് ചെയ്തു. അതുപോലെ തന്നെ J വരെയുള്ള കോളംസ് മാത്രമേ ഉള്ളൂ. K തൊട്ട് കംപ്ലീറ്റ് ഉള്ളത്, ബാക്കിയുള്ള കോളംസ് എല്ലാം ഹൈഡ് ചെയ്തു. K തൊട്ട് കംപ്ലീറ്റ് കോളംസ് ഹൈഡ് ചെയ്തു. ഡെൻ ഈസ് ഈക്വൽ ടു ട്രൂ. മൂന്നാമത്തത് ഇവിടെ എന്ത് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും, G7 സെൽ നെയിം, ഇത്രയും സെല്ലുണ്ട്. ഈ സെല്ല് എന്ത് ചെയ്യുന്നത്, ബ്ലാങ്ക് ആയിരിക്കണം. കസ്റ്റമർ ഡീറ്റെയിൽസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെല്ല് ബ്ലാങ്ക് ആയിരിക്കണം. നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കസ്റ്റമർ ഡീറ്റെയിൽസ്, ഇതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ആ പറഞ്ഞ മാക്രോ ഒന്ന് അസൈൻ ചെയ്യുക. ആ മാക്രോൻ്റെ പേര് CUST ആണ്. ഈ മാക്രോ ഇവിടെ അസൈൻ ചെയ്ത് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. നമ്മൾക്ക് ഇവിടെ ഇത് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, അത് വർക്കൗട്ടാകും. നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കുക, കസ്റ്റമർ നെയിം എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ബ്ലാങ്കായി. G7 എന്നുള്ള ആ സെല്ലെല്ലാം ബ്ലാങ്കായി, ബാക്കി എല്ലാം ഹൈഡായി. അതുപോലെ തന്നെയാണ് ഇൻവോയ്സിങ്ങും പേയ്മെൻറ്റ് മാനേജറും എല്ലായിടത്തും ചെയ്തത്, ഹൈഡ് ചെയ്ത് വെച്ചു. ബാക്കി റോസും കോളംസും ഏതെല്ലാം റോസ് അതിന് വേണ്ടത് അത് മാത്രം ഓപ്പൺ ആക്കിയിട്ട് ബാക്കിയെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചു. ഇത്രയാണ് ബാക്കിയുള്ളതിന് ചെയ്തത്. നമുക്കിതിൽ പേയ്മെൻറ്റ് മാനേജർ ഇൻവോയ്സിങ് എന്നുള്ള സെക്ഷനിൽ കാണാൻ പറ്റും 56 വരെയുള്ള റോസ് മാത്രമേ ഉള്ളൂ ഇവിടെ ഓപ്പൺ ആയിട്ട്, ബാക്കി ഹൈഡ് ചെയ്ത്. അതുകൊണ്ട് മുകളിൽ 3 തൊട്ട് 17 വരെയുള്ളത് ഇവിടെ 3 തൊട്ട് 17 വരെയുള്ള റോസ് ഹൈഡ് ചെയ്തു, ബാക്കി കോളംസ് ഹൈഡ് ചെയ്തു. പിന്നെ ഇതിൽ 19 തൊട്ട് 56 വരെയുള്ള റോസാണ് ഷോ ചെയ്തിട്ടുള്ളത്.
ബാക്കിയെല്ലാം ഹൈഡ് ചെയ്തു. സെയിം തിങ് തന്നെ പേയ്മെൻറ്റ് മാനേജർ നമ്മൾ ഫോളോ ചെയ്യുന്നത്. കംപ്ലീറ്റ് ഹൈഡ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റോ മാത്രം ഷോ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പം 61 to 75 വരെ ബാക്കി കംപ്ലീറ്റ് ഹൈഡ് ചെയ്തു. കോളംസും ഹൈഡ് ചെയ്തു. കോളംസ് എല്ലാത്തിലും സെയിം K to എൻഡ് കോളംസ് വരെ ഹൈഡ് ചെയ്തു. ഇവിടെ പേയ്മെൻ്റ് എന്നുള്ള ഒരു മാക്രോ കിടക്കുന്നുണ്ട്, മറ്റേത് INV എന്നുള്ള മാക്രോ. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റിനാണ് ST80 എന്നുള്ള മാക്രോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് ഇതിൽ അസൈൻ ചെയ്തതൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റും INVയും PAME ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. മുകളിലേക്ക് പോയി പേയ്മെൻറ്റ് എന്നുള്ളതിൻ്റെ മുകളിലുള്ള അസൈൻ മാക്രോ എടുത്തു കഴിഞ്ഞാൽ ആ മാക്രോ നെയിം അവിടെ കാണാൻ പറ്റും, പേയ്മെൻറ്റ്. അതുപോലെ ഇൻവോയ്സിങ്ങിൽ അസൈൻ ചെയ്ത മാക്രോ ഏതാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും INV എന്നുള്ളത്. അപ്പം INV. ഇനി സ്റ്റേറ്റ്മെൻറ്റിലും സെയിം തിങ് തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതായത് കംപ്ലീറ്റ് റോസ് ഹൈഡ് ചെയ്ത് 3 to 74 ഇവിടെ ഹൈഡ് ചെയ്തു. റോസ് കോളംസ് K to എത്ര കോളംസ് ഉള്ളത് കംപ്ലീറ്റ് ഹൈഡ് ചെയ്തു. പിന്നീട് ബാക്കി എത്ര 75 to 1000 വരെയുള്ള റോ മാത്രം ഷോ ചെയ്ത് 1000 താഴെയുള്ള റോ ഹൈഡ് ചെയ്തു. ഈ മാക്രോ തന്നെ നമ്മൾ എന്ത് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ആ ബട്ടണിൽ എന്ത് ചെയ്ത് മാക്രോ അസൈൻ ചെയ്തു. നമ്മൾക്ക് ഇതിൽ എക്സലിൽ പോയിട്ട് ചെക്ക് ചെയ്താൽ അസൈൻ ചെയ്ത മാക്രോ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും പാർട്ടാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്തത്. അടുത്ത പാർട്ട് ഇതിലെങ്ങനെ കസ്റ്റമർ ഡീറ്റെയിൽസ് എങ്ങനെ എൻ്റർ ചെയ്യാം, അത് വേറൊരു ഷീറ്റിലേക്ക് സേവ് ചെയ്യുന്നതും